അയ്യപ്പ സംഗമവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വലിയ രീതിയിൽ കേരളത്തെ പിടിച്ചു കുലുക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേരുകൂടി കൂടുതൽ ചർച്ചയാവുകയാണ്. അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ ശബരിമലയിൽ CPM നേതാക്കളും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കാട്ടുകൊള്ള മറച്ചുവെക്കാനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ അയ്യപ്പ സംഗമം എന്ന തട്ടിപ്പ് പരിപാടി ഇടതുപക്ഷത്തെ തന്നെ ഭൂരിഭാഗം ആളുകളും നേതാക്കളുമെല്ലാം എതിർത്തിട്ടും അവിടെ എന്തുകൊണ്ട് നടത്തി എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഒരു പിടിവാശിയായിരുന്നു. അതിൻ്റെ പിന്നിലെ രഹസ്യം ചുരുളഴിയാൻ പോവുകയാണിപ്പോൾ. അതിലേറ്റവും അധികം നിഗൂഢതകൾ ഉള്ളത് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലായിരിക്കണം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഏറ്റവും വലിയ ഒരു പരിപാടി അത് ശബരിമലയിലെ കൊള്ളയ്ക്ക് പിന്നിലുള്ള അയ്യപ്പ സംഗമമാണ് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വെള്ളാപ്പള്ളി നടേശന്റെ പങ്കിനെ കുറിച്ചാണ് ചർച്ചയാകുന്നത്. ഒരാളെ പോലും കാറിന് മുന്നിലൂടെ നടക്കാൻ സമ്മതിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി വെള്ളാപ്പള്ളി നടേശനോട് പറഞ്ഞ രഹസ്യങ്ങൾ എന്താണെന്നും വെള്ളാപ്പള്ളി പിണറായിക്ക് വേണ്ടി ഏറ്റെടുത്ത കൊട്ടേഷൻ എന്താണെന്നും ഏകദേശം എല്ലാവർക്കും തെളിവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടിയല്ല, സ്വന്തം കാര്യം കാണാനും സ്വന്തം നടത്തിയ തട്ടിപ്പുകൾ നൂറുകണക്കിന് കോടതികളിലും മറ്റും വലിയ കേസായി കിടക്കുമ്പോൾ അതിലെ പ്രതികളാണ് വെള്ളാപ്പള്ളി നടേശനും ഒരു പരിധിവരെ പിണറായി വിജയനും എന്നുള്ളത് നമുക്കറിയാം. SNDPയുമായി ബന്ധപ്പെട്ട മൈക്രോ ഫൈനാൻസിങ് കേസിലും അതുപോലെ ലാവ്ലിൻ കേസുകളിലുമൊക്കെ ഇവർ രണ്ടുപേരും പ്രതികളായി നിൽക്കുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അതെല്ലാം മറച്ചുവെക്കാൻ അങ്ങ് കേന്ദ്രത്തിൻ്റെ സഹായത്തിൽ നിൽക്കുന്നവരാണ് ഈ രണ്ടുപേരും എന്നുള്ളത് വ്യക്തമായി അറിയാം. അവർ കേരളത്തിൽ നടത്താനിരുന്ന ഒരു വൻ പദ്ധതിയാണ് അയ്യപ്പ സംഗമത്തോടെ അയ്യപ്പൻ തന്നെ പൊളിച്ചു കളഞ്ഞത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ കേരളം കത്തുന്ന തരത്തിൽ വർഗീയ വിഷം ചീറ്റുകയും ഒരുപക്ഷെ കേരളം പിണറായി മോദി കൂട്ടുകെട്ടിൻ്റെ പുതിയൊരു ഉൽപ്പന്നമായി മാറുകയും ചെയ്യുമായിരുന്നു. അതാണ് അയ്യപ്പ സംഗമം പൊളിഞ്ഞതോടുകൂടി ഇല്ലാതായിരിക്കുന്നത്. അന്നു മുതൽ പിണറായി വിജയൻ പറയുന്നത് വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി പറയുന്നതും പിണറായിയും ഏറ്റെടുക്കാതെ കുറച്ചു നാളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇത്രയും വലിയ സ്വർണം മോഷണം നടന്നിട്ടും ലോകം മുഴുവൻ കുറ്റം പറയുമ്പോഴും പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയാണിപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആകാവുന്നൊരു സ്ഥിതിയാണ് ഉള്ളതെന്നും എഴുതിത്തള്ളാവുന്ന നിലയിലല്ല CPM ഉള്ളതെന്നുമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒരു കാര്യവുമില്ലാതെ ഇകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു SNDPയുടെ ജനറൽ സെക്രട്ടറി. VD സതീശന്റെ മുഖം കണ്ടുകൊണ്ട് ആരും വോട്ട് ചെയ്യുമെന്ന് കരുതണ്ട എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. പിറകിൽ നിന്ന് നയിക്കുന്ന ശക്തിയാണ് UDF ജാഥയെ നയിക്കുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ് ആ ജാഥയെ പിന്നിൽ നിന്ന് നയിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പരിഹസിക്കുകയാണ്. സത്യത്തിൽ LDFൻ്റെയും CPMൻ്റെയും വലിയ നേതാക്കൾ പോലും പറയാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിനർത്ഥം ഇതിൻ്റെ പിന്നിൽ വലിയൊരു കളിയുണ്ടെന്നും അതിൽ വെള്ളാപ്പള്ളിക്കും പങ്കുണ്ട് എന്നുള്ളതാണ്. നാളെ UDF സർക്കാർ VD സതീശൻ അടക്കമുള്ളവർ അധികാരത്തിൽ വരികയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെയും പിണറായി വിജയന്റെയും ഈ കൂട്ടുകെട്ട് അയ്യപ്പ സംഗമത്തിലടക്കം പിന്നിലുണ്ടായിരുന്ന രഹസ്യം അതെല്ലാം പുറത്തു കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഭയമാണ് വെള്ളാപ്പള്ളിയുടെ ഈ വാക്കുകൾ എന്നുള്ളത് വളരെ വ്യക്തമായി കാണാം. ചോദ്യം ചെയ്യാനുള്ള തീരുമാനമെടുക്കേണ്ടത് ഇനി SIT ആണ്. അത് 1-2 മാസം കഴിഞ്ഞ് നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ അസഭ്യം പറഞ്ഞു വന്ന വെള്ളാപ്പള്ളിക്ക് പൂമാലയിട്ട് കൊടുത്ത പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള രഹസ്യബന്ധം എന്താണെന്നും മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നടത്തിയ തട്ടിപ്പായിരുന്നു അയ്യപ്പ സംഗമവും എന്നിരിക്കെ മുഖ്യന്റെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും അടച്ചിട്ട് യാത്ര ചെയ്തപ്പോൾ പറഞ്ഞ രഹസ്യം എന്താണെന്നും കണ്ടെത്താൻ കഴിഞ്ഞാൽ തന്നെ അയ്യപ്പ സംഗമവും അതുപോലെ ശബരിമല സ്വർണ്ണമോഷണത്തിൻ്റെയും പിന്നിലുള്ള പല രഹസ്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കുമെന്നും അത് പുറത്തുവിടണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഒന്നു മാത്രം അന്വേഷിച്ചാൽ പ്രമുഖ വേഷം ധരിച്ച കള്ളന്മാരുടെ പങ്കും വ്യക്തമാകും എന്നുള്ളതാണ് കേരളം ഒറ്റ സ്വരത്തിൽ വ്യക്തമാക്കുന്നത്.